നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ നിന്ന് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ നിന്ന് വർക്ക് ചെയ്തിരുന്നത് നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് 21,520 സപ്പോർട്ടിന്റെ ഒരു മുകളിലായിരുന്നു നിഫ്റ്റിയിൽ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. പക്ഷെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലാണ് നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി 22,520 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. 22,600 620 ഇതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് നൽകിയിരുന്നത്. ഇപ്പൊ നിഫ്റ്റി വീണ്ടും 22,620 മുകളിലേക്ക് നിഫ്റ്റി ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിഫ്റ്റി 22,620 താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പൊ നിഫ്റ്റിയിലും നമുക്കൊരു ഹയർ ലെവൽ റെസിസ്റ്റൻസ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന റിസ്ക് ആണ്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് റിസ്ക് ആണ്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. കാരണം ഇതിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ഹയർ ലെവല് റെസിസ്റ്റൻസ് നൽകാത്തത്. കയ്യിലുള്ള ഒരു പൊസിഷൻ ട്രailing സ്റ്റോപ്പ് ലൂസ് ഇട്ട് മാനേജ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പൊ നിഫ്റ്റി ആയാലും ഇന്ന് 22,600 620 ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇത് തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള ലോവർ ലെവൽ സപ്പോർട്ട് ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നതിനനുസരിച്ചായിരിക്കും നിഫ്റ്റിയുടെ ആയാലും ഇൻട്രാഡേ ഒരു ട്രെൻഡ് വരുന്നത്. അപ്പൊ നിഫ്റ്റി വരും ദിവസങ്ങളിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് 22,610 സപ്പോർട്ട് എടുത്താൽ മതി. 610 ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം 620 പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു താഴെ ആയിരുന്നാലും നിഫ്റ്റിയുടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കേണ്ടത് 22,610 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഹയർ ലെവലിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് 22,655 22,685 എന്ന് പറയുന്ന റേഞ്ചാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 22,655 ഹോൾഡ് ചെയ്ത് 22,685 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 22,655 താഴെ ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട് 22,610 വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ വരുന്നത്. ഇതിന്റെ ഒരു താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതായത് ചെറിയൊരു റിസ്കിലായിരിക്കണം എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലോവർ ലെവൽ സപ്പോർട്ട് 22,575 ഈ ഏരിയയിലൊക്കെ സപ്പോർട്ട് ഉണ്ട്. തൊട്ട് താഴെ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 22,530 530 ലോവർ ലെവലിലെ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് പോയാലും ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് ലെവലുകൾ അനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ എക്സാക്ട് ആയിട്ട് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക, അല്ലെങ്കിൽ ചെറിയ റിസ്കിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും സൂചിപ്പിച്ചിരുന്നു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസ് ഉണ്ട്. 46,600 റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നെങ്കിലും എക്സാക്ട് ആയിട്ട് സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിരുന്നില്ല. 48,380 സപ്പോർട്ട് നൽകിയിരുന്നത്. അതിനുശേഷം 48,600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ 600 മുകളിലേക്ക് ഈ ഒരു ക്യാനലാണ് സസ്റ്റെയിൻ ചെയ്തത്. അതിനുശേഷം
ഒരു ബൈ സെന്റിമെന്റിലായിരുന്നു, കുറച്ച് സമയം ഒരു ബൈ സെന്റിമെന്റിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലായാലും ഫിൻ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് കാണുന്നത് ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 48,610 റെസിസ്റ്റൻസ് കാണുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തന്നെയായിരിക്കണം ബാങ്ക് നിഫ്റ്റി സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാൽ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 350 450 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 350 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 350 ഹോൾഡ് ചെയ്ത് 450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 350 താഴെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. തൊട്ട് താഴെയുള്ള സപ്പോർട്ട് 48,150 ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു മൊമെന്റം ഹയർ ലെവലിൽ ഒരു സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു. 21,520 സപ്പോർട്ടിന്റെ ഒരു മുകളിലായിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് ഏരിയയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റികൾ ഫിൻ നിഫ്റ്റിയിലായാലും കിട്ടിയിട്ടില്ല. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാന്ന് നോക്കാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 21,650 ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്, റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് 21,575 സപ്പോർട്ട് കാണുന്നത്. അപ്പൊ അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 21,520 സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടാണ് ലോവർ ലെവലിലെ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് 21,520. അപ്പൊ ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ട ഇൻ കേസ് ഇതിന്റെ ഒരു താഴെ വന്ന വീക്ക്നെസ് ആണ്. ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബൈർ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. സപ്പോർട്ട് താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.